ഫണ്ടൂഷ് നഗറിലെ നിവാസികളെ, ഇന്നത്തെ ദിവസം ഏത് കുട്ടിയാണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്കിന്ന് കുട്ടി നമ്പർ 1 അവാർഡ് കിട്ടുന്നതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് പോലീസ് മേഡം സ്റ്റാർ നൽകും. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുന്ന കുട്ടിക്ക് കുട്ടി നമ്പർ 1 അവാർഡ് കിട്ടും. അപ്പൊ കുട്ടികളെ, നിങ്ങൾക്ക് റെഡിയല്ലേ? എന്നാ ഞാൻ പൂട്ടിട്ടാ. എടാ അനന്തരവാ, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ മത്സരത്തിന്റെ 1ാം സ്ഥാനം നിനക്ക് തന്നെയായിരിക്കും കിട്ടുക. ഈ അവാർഡ് എന്തായാലും ഞാൻ തന്നെ ജയിക്കും. ആ അനന്തരവനെ എങ്ങനെയും തോൽപ്പിച്ചേ പറ്റൂ. അതിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും. പക്ഷെ എങ്ങനെയാ തോൽപ്പിക്കുന്നെന്ന് പറ. ആദ്യം ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് ഞാൻ തന്നെ അത് സോൾവ് ചെയ്യും. എടാ രാജു, നിന്റെ അപ്പുറത്തെ വീട്ടുകാരെ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലല്ലോ. അവരുടെ വീടിന്റെ താക്കോല് നിന്റെ കയ്യിലെ ഉള്ളെന്ന് ആർക്കും അറിയില്ലല്ലോ. ഐഡിയ ഞാൻ പറയാം. അയ്യോ, ഇതെന്താ ഈ പപ്പി ഇതെങ്ങനെ ഇവിടെ വന്നു? ഈശ്വര, ആരെങ്കിലും ഈ പപ്പിയെ ഒന്ന് രക്ഷിക്കണേ. പ്രശ്നം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. ഐ ആം സോ സ്മാർട്ട്. വാ കൂട്ടുകാരെ. മാമ, ഞാൻ ആ പപ്പിയെ രക്ഷിക്കാൻ പോവാ. ആ വാടാ അനന്തരവാ, വേഗം വാ. ഇല്ല മാമ, ഇന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. മാമന്റെ സഹായം എനിക്ക് വേണ്ട. ഇവന് ആ പപ്പിയെ രക്ഷിക്കാൻ ഭയങ്കര തിടക്കാണല്ലോ. അവന്റെ സ്പീഡ് ഒന്ന് കൂട്ടിയേക്കാം. ചെല്ല് വേഗം ചെന്ന് പപ്പിയെ രക്ഷിക്കേ. വരൂ കൂട്ടുകാരെ. ഹാപ്പി ദീപാവലി ചോഗാവർ. നിന്നെ ഇവിടേക്ക് ഹാപ്പി ദീപാവലി പറയാനാണോ വിളിച്ചത്? പറയടാ. മാത്രമല്ല, ദീപാവലി നാളെയല്ലേ? ദീപാവലി നാളെയാണ്, പക്ഷെ ഇത്തവണ ഫണ്ടൂഷ് നഗറിലുള്ളവർ ദീപാവലി ആഘോഷിക്കില്ല. നീ പടക്കങ്ങളെല്ലാം മോഷ്ടിക്കണം. ഞാൻ അവിടെയുള്ള മുട്ടായികളെല്ലാം മോഷ്ടിക്കും. സമ്മതമാണെങ്കിൽ കൈകൊട്. വെരി ഗുഡ്. ഇത് തന്നെയാണ് എന്റെ ആഗ്രഹവും. ഫണ്ടൂഷ് നഗർ ദീപാവലി ആഘോഷിക്കാൻ പാടില്ല. എനിക്ക് അവന്മാരുടെ എല്ലാം പരിപ്പടിച്ചടക്കണം. എന്നാൽ അവന്മാർക്ക് എല്ലാവർക്കും എന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാവൂ. നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. വരൂന്നേ, എല്ലാരും വരൂ. നല്ല നല്ല മധുരമുള്ള മിഠായികൾ കഴിച്ചിട്ട് പോവാം. കൂട്ടുകാർക്കും ബന്ധക്കാർക്കും അയലക്കാർക്കും ഒക്കെ കൊടുക്കാന്ന്. വന്നേ, എല്ലാവരും വന്ന് കഴിക്കേ. കള്ളൻ പിടിക്കവന്. ആ കള്ളൻ എന്റെ മിഠായിയെല്ലാം എടുത്തോണ്ട് പോയല്ലോ. അവനെ ആരെങ്കിലും ഒന്ന് പിടിക്കും. പിടിക്കോ പോലീസ്. കള്ളൻ. അത് കണ്ടില്ലേ, ജോഗാവർ മോഷ്ടിച്ചിട്ട് ഓടുന്നു. പുറകില് വേറെ ആരും ഉണ്ടല്ലോ. വരൂ, അവരെ പിടിക്കാം. അയ്യോ പോലീസ് മാഡം, ദേ കള്ളന്മാര് പോകുന്നു. പടക്കങ്ങളും മിഠായി മോഷ്ടിച്ചുകൊണ്ടാ പോകുന്നേ. ഏടെ കള്ളക്കനാരന്മാരെ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്ന് കരുതണ്ടോ. ബേഹദൂറെ നീ ഒന്ന് വിട്ടു പോയടാ. ഏടെ ബേഹദൂറെ, നിന്നോട് മാർച്ച് പാസ്റ്റ് നടത്താനല്ല വണ്ടി കയറി ഓടിക്കാനാ പറഞ്ഞത്. ഇങ്ങ് വാ. സോറി.
ഇതെന്തുട്ടാണ് അമ്മാവനും അനന്തരവനും അല്ലേ ഇത്? ഇവര് മോഷണം തുടങ്ങിയോ? എന്തുട്ടാണ്? ആരായാലും ഞാൻ വെറുതെ വിടൂല, പിടിക്കും ഞാൻ. മാമ ഇവിടുന്ന് ഷോർട്ട് കട്ട് എടുക്ക്, നമുക്ക് അവരുടെ മുന്നിലെത്താം. ഓക്കേടാ അനന്തരവാ. എന്തുട്ടാ ബേദുറെ നീ ചെയ്യണേ? എന്തിനാ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്നൊന്ന് പറ പോലീസ് മാഡം. ആ കള്ളനെ വല്ലാണ്ടിട്ട് വട്ടം കറക്കണുണ്ട്. ലവന്മാരുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് തല കറങ്ങണമെന്നേ. അതുകൊണ്ട് ഈ പട്ടിയെ ഒന്ന് ട്രെയിൻ ചെയ്യായിരുന്നു. ഇവനാവുമ്പോ മണത്ത് മണത്ത് അവനെ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചോളൂല്ലേ. അതുകൊണ്ടാ. പോലീസ് മാഡം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇതിന് ട്രെയിനിങ് കൊടുക്കാം. ഇത് വല്ലതും ചോദിക്കാനുണ്ടോ? കൊണ്ടുപോയി ട്രെയിൻ ചെയ്ത് ഉഗ്രനായിട്ട് തിരികെ കൊണ്ടുവന്ന് തന്നാ മതിട്ടാ. ടൈഗർ, നമുക്ക് വീട്ടിൽ പോവാം. അവിടെ നിനക്ക് കഴിക്കാൻ കൊറേ ബോണ് തരാം, ഡോഗ് ബിസ്ക്കറ്റും തരാം. വരൂ, കമോൺ. ഒരാഴ്ചത്തെ ലീവോ? അത് നീ ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി? ആ ഒരാഴ്ച ആര് ജോലി ചെയ്യും? ഞാൻ വേറൊരുത്തർ വെച്ചാ അവന് കാശ് കൊടുക്കേണ്ടി വരില്ലേ? കാശ് മരത്തിലൊന്നും അല്ല ഉണ്ടാവുന്നേ. നിനക്ക് ഞാൻ ലീവ് തരില്ല. നീ എന്ത് വേണേലും പോയി ചെയ്യ്. എന്റെ പൂച്ചക്കുട്ടി, എന്റെ പൊന്നു മോനെ. അമ്മ പറയുന്നതൊക്കെ കേട്ടോണേ. പിന്നെ എന്ത് ചെയ്യാനാ? ഇന്ന് ഞാൻ ഇവനെ ഇങ്ങ് കൂടെ കൂട്ടി ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. അയ്യോ, എന്റെ പൂച്ചക്കുട്ടി, എന്റെ പൂച്ചക്കുട്ടി. അയ്യോ, എന്നെ ഹെൽപ്പ് ചെയ്യണേ. എന്റെ പൂച്ചക്കുട്ടിയെ പിടിച്ചു തരണേ. പൂച്ചക്കുട്ടി, പൂച്ചക്കുട്ടി. ടൈഗർ, സ്റ്റോപ്പ്. എന്റെ പൂച്ചക്കുട്ടി, എന്റെ പൊന്നു പൂച്ചക്കുട്ടി. അയ്യോ, എന്റെ പൊന്നു പൂച്ചക്കുട്ടിയായിരുന്നേ. നിങ്ങൾ എന്താ ഈ നോക്കി നിൽക്കുന്നേ? എന്റെ പൂച്ചക്കുട്ടിയെ നോക്ക്, അവളെ രക്ഷിക്കാൻ നോക്ക്. ടൈഗർ, അവിടെ നിൽക്ക്. തനിക്ക് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ലീവ് തരില്ല. ഓഫീസ് ഇവിടെ നാശകോലമാക്കിക്കൊണ്ടിരിക്കുക. നോക്കൂ ടൈഗർ, നീ എന്തൊക്കെ നാശം ഉണ്ടാക്കിയത്. ബൈ ബൈ. രക്ഷിക്കണേ, പോലീസ്, പോലീസ്. ഇത് ഞങ്ങളുടെ മേഡത്തിന്റെ ഒരു സ്റ്റൈൽ അല്ലയോ? എടക്കണാരാ, നീ ഇവിടുന്ന് എങ്ങിട്ടാ രക്ഷപ്പെടാന്ന് എനിക്കൊന്നും അറിയണമല്ലോ. നിക്കവിടെ നിക്കാനാ പറഞ്ഞത്. ക്രൈമിന്റെ പവർ ക്രൈം മാസ്റ്റർ ജഗാവറിനെ തടയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ ബുദ്ധിമുട്ടാണ്, അറിയോ? റോസി, ചാടിക്കോ. എട കള്ള കണാരാ, നിനക്ക് ഇത്രയും ധൈര്യം? എന്നെ കണ്ടിട്ട് നിക്കാതെ ചാടേ. ശരി പോലീസ് മാഡം, മാഡം വിഷമിക്കണ്ട. ഞങ്ങളെ വെട്ടിച്ചവനെ രക്ഷപ്പെടാൻ കഴിയില്ല. ശരിയല്ലേ മാമ? അതേ അനന്തരവാ. റോസി, തിരിച്ചുവിട്ടോ. എടാ അനന്തരവാ, ദേ ജോഗാവർ പോകുന്നു. അതേ ആനന്ദരവാ, അമ്മവാ, ചവിട്ട് ചവിട്ട്, ബ്രേക്ക് ചവിട്രാ.
പോലീസ് മാഡം, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എടോ അമ്മാവ, ഇത് വിശേഷം ചോദിക്കേണ്ട സമയല്ല. താഴെ ചെന്ന ജോഗവറിനെ പിടി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ വേഗം ആവട്ടെ. വെരി ഗുഡ് ഐഡിയ. വിട്ടോ